തോട്ട് ഓഫ് ദ ഡേ ആരാന്ന് വെച്ചാ പറഞ്ഞോളൂ കേട്ടോ. തോട്ട് ഓഫ് ദ ഡേ ഞാൻ പറയാം. All birds find shelter during rain, but the eagle avoids rain by flying above the clouds. Problems are common, but attitudes make the difference. Thank you. സൈൻ ഇൻ ഞാനാണ്, ആര്യ. തുടങ്ങട്ടെ? തുടങ്ങിക്കോ. അന്നൊരു നാളിൽ നിന്നനുരാഗം പൂപോലെ എന്നെ കഴുകി, ആ കുളിരിൽ ഞാൻ ഒരു കിളിയായി അറിയാതെ സ്വപ്നങ്ങൾ കണ്ടു. വിരികൾ പൂവനമായി, അധരം തേൻകണമായി, ശലഭങ്ങളായി നമ്മൾ പാടി മന്മത പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീയാടാട്, ആട് ആട് നീയാടാട്. താങ്ക് യു. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Hello, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. പ്രയറും സൈനിനും എല്ലാം കഴിഞ്ഞു മാം. Okay. ഒരു മിനിറ്റ്. യെസ്, എല്ലാവർക്കും കേൾക്കാമോ? ആദ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല. ഉറപ്പാണോ? Yes. നിങ്ങള് NT14 മെയ് ബാച്ച് അല്ലേ നിങ്ങള്? അതെ. ടീച്ചർ ഫസ്റ്റ് കയറിയ സമയത്ത് നിങ്ങളോടൊരു വാട്സപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ? അതിന്റെ അഡ്മിൻ ആരാണ്? സുർമിയാണോ? അതെ. ടീച്ചർ ആ ഗ്രൂപ്പ് തയ്യാറാക്കാൻ പറഞ്ഞത് നിങ്ങളോട് എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റും ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ തീർക്കാലോ. ക്ലാസ്സിലെ ഡൗട്ട്, അസൈൻമെന്റ്സ്. ടീച്ചർ പറയാം. ക്ലാസ്സിലെ ഡൗട്ട്, പിന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ അതിനുള്ളത്, അസൈൻമെന്റ് വർക്കുകൾ, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് വൈസ് റിലേറ്റഡ് അല്ലെങ്കിൽ മോണ്ടിസോറി റിലേറ്റഡ് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ഗ്രൂപ്പ് തയ്യാറാക്കാൻ പറഞ്ഞത് അല്ലേ സുറുമി? ഫസ്റ്റ് ടീച്ചർ അങ്ങനെയല്ലേ പറഞ്ഞേ? പക്ഷെ ഗ്രൂപ്പിൽ അല്ലാതെ എന്തെങ്കിലും മെസ്സേജസ് വരുന്നുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുറുമി അതിനൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. മോർണിംഗോ അങ്ങനെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. സുറുമി ടെൻഷൻ പഠിക്കണ്ട, പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു കംപ്ലൈന്റ് വന്നു.
കാഷ്വൽ ആയിട്ട് ചെറുതായിട്ട് ഓക്കെ. ഇനി നിങ്ങൾക്ക് കാഷ്വൽ അല്ലെങ്കിൽ കുറച്ച് ഇന്റിമേറ്റ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് തോന്നുന്ന ആരെങ്കിലും ഉണ്ടായിക്കോട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് പേഴ്സണലി അയച്ചോളൂ കേട്ടോ. പേഴ്സണലി അയച്ചാൽ മതി. ഒരിക്കലും നിങ്ങളത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യരുത് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇടരുത്. അത് നമ്മുടെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഒരേപോലെ അല്ല. കുറച്ച് പേർക്ക് അതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് പേർക്ക് അതൊരു കംപ്ലൈൻസ് ആയിട്ടുണ്ട്. അപ്പോ നമ്മള് ആർക്കൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കും നമ്മൾ മെസ്സേജ് ഒക്കെ അയക്കണം അല്ലെ. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്താണെന്നുള്ളത്. പക്ഷെ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ എന്റെ പേരും കൂടി എടുത്ത് പറഞ്ഞു. അതൊരു ചെറിയൊരു ഇഷ്യൂ ആയി. വലിയല്ല, ചെറിയൊരു ഇഷ്യൂ ആയി. ടീച്ചർ പറഞ്ഞിട്ടാണ് ഗ്രൂപ്പ് തയ്യാറാക്കി എന്നുള്ളൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞത് നമ്മുടെ മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഓക്കെ, യെസ്. അതൊക്കെ നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് മറ്റുള്ളവരുടെ ഫാമിലി മെമ്പേഴ്സിൽ അത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആരാണ് ടീച്ചർക്ക് അറിയില്ല. ടീച്ചറിനെ അവിടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോ പറയുമ്പോ നമ്മളാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാക്കിയ ഗ്രൂപ്പാണ് എന്നല്ലേ പറയുള്ളൂ അല്ലെ. പക്ഷെ നമ്മളിവിടെ എല്ലാ കുട്ടികളും ഉണ്ടാക്കാറുണ്ട്. ഞാൻ പറയാന്നല്ലാതെ ടീച്ചർ ഒന്ന് പറയട്ടെ. എല്ലാവരും ഗ്രൂപ്പ് ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി അവര് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവർ തീർക്കുമല്ലോ. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഓഫീസിലേക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് പോലെ വന്നത്. ആരാണ് പറഞ്ഞതെന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ ആരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല. മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ എന്റെ ഭാഗത്തുനിന്ന് സോറി പറയാണ്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഗ്രൂപ്പ് തയ്യാറാക്കാൻ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത്. പക്ഷെ നമ്മള് എല്ലാ കുട്ടികളും ഗ്രൂപ്പ് തയ്യാറാക്കാറുണ്ട്. കാരണം ഞാൻ പറയുന്ന ഇൻഫർമേഷൻ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സംശയം വരും. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റില്ല അല്ലെ. ടീച്ചേഴ്സിനെ കോണ്ടാക്ട് ഇല്ല. ടീച്ചർ പിന്നെ അടുത്ത ആഴ്ച ക്ലാസ്സിൽ വരണമെന്ന് ചോദിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ആയ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ആ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അല്ലെ. അപ്പൊ ഗ്രൂപ്പ് എപ്പോഴും ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ തന്നെ പറയാമായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അത് കംപ്ലൈന്റ് ആക്കി പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. ഇല്ല, അതെ ഒരു കാര്യം പറയട്ടെ. ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മള് എന്റെ MT4 എന്റെ സ്റ്റുഡൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളതൊരു വിഷയാക്കുന്നില്ല. വിഷയമൊന്നുമല്ലെങ്കിലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമ്മള് ആവശ്യമില്ലാത്ത നല്ല ഉപകാരമാണ്. കാരണം ഞങ്ങൾക്ക് അസൈൻമെന്റും എന്ത് ഡൗട്ടിനും ഞങ്ങൾ ഒരു ഫ്രണ്ടാണ്. ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ കണ്ട കാര്യം ഞങ്ങൾ എല്ലാവരും നല്ലൊരു ഞങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് കിട്ടിയപ്പോ ഞങ്ങൾക്ക്. ഓക്കെ, അതൊക്കെ സത്യം സമ്മതിച്ചു. ഓക്കെ, അതൊക്കെ നമുക്കറിയാം. അതൊക്കെ ഞാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഗ്രൂപ്പൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് എന്നാ ഒരു എൻഗേജ്മെന്റ് ആണ്. അതിൽ എൻഗേജ്ഡ് ആവും നിങ്ങൾ അതില്. അപ്പൊ സൂര്യന് ശ്രദ്ധിക്കേണ്ടത് ആരെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും മെസ്സേജുകൾ വേറെ നമ്മൾ പഠനം റിലേറ്റഡ് അല്ലാണ്ട് പഠിക്കുന്ന കാര്യം അല്ലാതെ വേറെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പൊ പറയാ സുറുമി പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള കാര്യം നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യണം കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരത് നിർത്തിക്കോളും. ഓക്കെ, ഇൻ കേസ് ഇപ്പൊ ഗുഡ് മോർണിംഗ് വായിക്കണ്ടായാലും ഗുഡ് നൈറ്റും വായിക്കണ്ട കേട്ടോ. ഗ്രൂപ്പില് അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് എന്താണ്, നമുക്ക് കോഴ്സ് തീരുന്നവരെ നമ്മൾ കുറച്ച് പേർക്ക് നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ എന്താണ്, നമ്മുടെ രാവിലത്തെ ആക്ടിവിറ്റീസ്, പ്രെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറയാം. പിന്നെ നിങ്ങളുടെ എന്ത് ഡൗട്ടും, നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ടും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. അത് മാത്രം. അല്ലാതെ ഒരു പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും വേണ്ട കേട്ടോ. പേഴ്സണൽ മാറ്റേഴ്സ് വേണ്ട. പിന്നെ എന്ത് പറയണമെങ്കിലും ടീച്ചർ ക്ലാസ്സിൽ കയറുമ്പോൾ എന്നോട് നേരിട്ട് പറഞ്ഞു. എന്ത് കാര്യമാണെങ്കിലും നേരിട്ട് പറയാം. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലെന്നുള്ളൂ. നേരെ ഇതുപോലെ ലൈവില് നമ്മളോട് കാണാം അല്ലെ. ഇപ്പൊ പറഞ്ഞ കാര്യം ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇല്ല, ബുദ്ധിമുട്ടുണ്ടാവാ ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല ഗ്രൂപ്പിൽ. അങ്ങനെ ഒന്നും നമ്മൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്നാണ് അല്ലെ. ഞാൻ പറയുന്നത് എന്താ ടോപ്പിക് എന്നുള്ളത് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. കാരണം നമ്മുടെ ഗ്രൂപ്പില് സത്യം ഇന്നലെയൊക്കെ ആണെങ്കിൽ നമ്മൾ മിസ്സിന്റെ എല്ലാവരുടെയും കുട്ടികളുടെ ഫോട്ടോ ഇട്ടപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ബാംഗ്ലൂർ ഭയങ്കര സന്തോഷമായി എല്ലാവരും കണ്ടപ്പം. കാരണം എല്ലാവരും പല സ്ഥലത്താണല്ലോ. അപ്പം സുറുമി ആയാലും റസ്മിന ചേച്ചിയൊക്കെ ആയാലും മറ്റെല്ലാവരും ഞാൻ എസ്പെഷ്യലി പേര് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും പരസ്പരം ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് മാത്രം കേൾക്കുന്നവർക്ക് ലൈവ് ക്ലാസ്സിന് പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല. ഒത്തിരി സപ്പോർട്ട്. ഇപ്പം മാം പറയുന്നത് നമുക്ക് എന്താണുള്ള സത്യം പറഞ്ഞ റീസൺ മനസ്സിലാവുന്നില്ല ശരിക്കും.
പഠിപ്പിക്കുന്നതിനുണ്ട്. ഇപ്പൊ പഠിപ്പിക്കുന്നതല്ല മാം ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ട്, അതൊന്നും അല്ല പറഞ്ഞത്. അതല്ല സൂര്യ, അങ്ങനെ ഒരു ചെറിയൊരു കാര്യം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോടൊക്കെ ഇൻഫോം ചെയ്യാൻ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ സംസാരിക്കരുത്. മറ്റുള്ള കുറച്ച് പേർക്ക് അത് ബുദ്ധിമുട്ടായിട്ടുണ്ട്. ചിലപ്പോ കുട്ടികൾക്ക് പറയാൻ പറ്റാത്തായിരിക്കും അല്ലെ. ചിലപ്പോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, നമ്മൾക്ക് പൊതുവായ ഒരു വേദിയിൽ ചിലപ്പോൾ പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരുടെ സാഹചര്യം ചിലപ്പോൾ അതായിരിക്കാം. ഓക്കെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ മാം, ഈ ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ആകാത്തത് കൊണ്ട് ഞാൻ വിചാരിക്കലുണ്ട് ഇത് കുറച്ച് ആക്റ്റീവ് അല്ലാത്ത ഗ്രൂപ്പായി പോയല്ലോ എന്നാ ചിന്തിക്കാറ്. കാരണം അധികം മെസ്സേജസ് ഒന്നും ഉണ്ടാവാറില്ല. ഇന്നലെയാണ് കുറച്ച് കിഡ്സിന്റെ പിക്ചർ എല്ലാം ഇട്ടിട്ട് കുറച്ചൊന്ന് ആക്റ്റീവ് ആയത്. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം സൈലന്റ് തന്നെയാ. ഡെയിലി പ്രോഗ്രാം ചാർട്ട് പോലും ഉണ്ടാക്കാൻ ആരും വരാറില്ല. സുറുമി ഒന്ന് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ചില സമയത്ത് 12 മണിക്ക് മുന്നേ ആയിരിക്കും ഇത് ആരാ ചാർട്ട് ചെയ്യുന്ന, ആരാ ഇന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ടോക്ക് വരുന്നത് തന്നെ ആ സമയത്താണ്. അല്ലാതെ ഈ ഗ്രൂപ്പ് എപ്പെങ്കിലും ഒരു സംശയം അങ്ങനെയൊക്കെ ഉണ്ടാവാറ്. അല്ലാണ്ട് ഡെയിലി ഫുൾ മെസ്സേജ് നിറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഒന്നല്ല ഇത്. ആർക്കാ ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാവുന്നില്ല മിസ്. അതൊരു സംശയമുണ്ട്. നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടി ആയിരിക്കാം, ചിലപ്പോൾ റെക്കോർഡ് കാണുന്ന ആളായിരിക്കും അല്ലെ. അയാൾ എന്റെ ക്ലാസ്സിൽ സ്റ്റുഡന്റ് ആണ്, നിങ്ങളുടെ ഫ്രണ്ട് ആണ്, അങ്ങനെ തന്നെ നമ്മൾ വിചാരിച്ച് പരിഗണിക്കാം. ചിലപ്പോൾ ആ കുട്ടിയുടെ സാഹചര്യം ചിലപ്പോൾ മോശമായിരിക്കാം കേട്ടോ. നമ്മൾ അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോവാം. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പറഞ്ഞത്. എന്തോ ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ടീച്ചർ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഗ്രൂപ്പ് ഉണ്ടാക്കിയൊക്കെ, പക്ഷെ ഗ്രൂപ്പിൽ യാതൊരു പ്രശ്നങ്ങളും വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കാരണം അങ്ങനെ എല്ലാവരും ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര വരുന്നത് സുമി? നമുക്കൊരു 90 സംതിങ് ഒരു ഗ്രൂപ്പിലുണ്ട്. പക്ഷെ ആക്റ്റീവ് ആയിട്ട് ഒരു 10, 12, 15 പേരൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ളൂ. മെസ്സേജ് അയക്കും. 70-80 പേരുണ്ടെങ്കിലും 70-80 പേരെങ്കിലും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട്. അവരെല്ലാവരും വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരാണ് അല്ലെ. അപ്പൊ എന്തൊക്കെ എടുക്കും നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ കുറച്ച് പേര് നിങ്ങളുടെ അതേ മൈൻഡുള്ള ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം അല്ലെ. പക്ഷെ അങ്ങനെ എല്ലാത്തവരും ഉണ്ടാകും. ചിലപ്പോ സാഹചര്യം മൂലം പറ്റിയതായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നുകൊണ്ട് അപ്പൊ എന്നോട് ഇൻഫോം ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും നമ്മൾ അതിനെ ചർച്ച ചെയ്യണ്ട. അങ്ങനെ വന്നാൽ അത് സുറുമി സ്റ്റോപ്പ് ചെയ്തോളാം കേട്ടോ. സുറുമിനെ ഞാൻ പ്രേരിപ്പിക്കുകയാണ്. ഒരു ലീഡർ ആയിട്ട് അങ്ങനെയൊന്നും അല്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട. സുറുമി ഗ്രൂപ്പ് തുടങ്ങിയോണ്ടാ സുറുമിനോട് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നാൽ സുറുമി എന്ത് ചെയ്യണം? ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതൊന്നും ചർച്ച ചെയ്തത് വേണ്ട. നിങ്ങൾക്ക് പേഴ്സണൽ ഇഷ്ടം തോന്നുന്നവര് നിങ്ങൾക്ക് പേഴ്സണൽ ചാറ്റ് ചെയ്ത ഒരു പ്രശ്നമില്ല. ആ ഒരു ഫ്രണ്ട്ഷിപ്പിനൊന്നും നമ്മൾ ആരും തടസ്സമില്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ പറയാനിപ്പോ എനിക്ക് പറ്റുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് ഡൗട്ട് കഴിഞ്ഞ് എന്ത് ഗ്രൂപ്പിൽ ചോദിക്കണം എന്നുള്ളൊരു ഇതായി. ഇനിയിപ്പോ എന്ത് പറയൂ? വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആയി ഇതിപ്പോ. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഒഴിവാക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾ പേഴ്സണൽ മാറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. മാക്സിമം ഗുഡ് മോർണിംഗ് വേണ്ട. ഗുഡ് മോർണിംഗ് ഭയങ്കര ഇടങ്ങേറാ. അത് ഒരു ഗ്രൂപ്പിനെ തകർക്കാൻ ഏറ്റവും വലിയ ആയത് ഈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ആണ്. അതൊന്നും ഒന്നും പറയാറില്ല. ഞങ്ങൾ പറയാറേ ഇല്ല ഗുഡ് മോർണിംഗ്. 2-3 ദിവസം ഉണ്ടായി തോന്നുന്നു. അങ്ങനെ ഇത് ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ആരും ഗുഡ് മോർണിംഗ് പറയലില്ല. പിന്നെ ഞാൻ ഭയങ്കര ഷോക്കായി പോയി. പറഞ്ഞേ അയ്യോ അവര് വല്ലാത്തൊരു പാവം കുട്ടികളാണ്. വലിയ പ്രശ്നങ്ങളും ഇല്ലാത്തൊരു ബാച്ചാണ്. ക്ലാസ്സിലാണെങ്കിലും ഇൻ കേസ് ഇതുവരെ ഒരു കുഴപ്പമില്ല. അവരിൽ നിന്ന് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു ഈ ബാച്ച് തന്നെയാണെന്ന് ചോദിച്ചപ്പോ എനിക്ക് 14 ആണെന്ന് പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു. ചിലപ്പോ മാം പറഞ്ഞതുപോലെ എല്ലാം 90 സ്റ്റുഡൻസ് ഇതിലുണ്ടല്ലോ. അതിലെല്ലാ ഫാമിലി സിറ്റുവേഷൻസ് ഒരുപോലെ ആയിരിക്കൂല. അവർക്ക് ഈ മെസ്സേജസിന്റെ സൗണ്ട് ഇങ്ങനെ വരുമ്പോ ആയിരിക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാവുമായിരിക്കും. മേ ബി അതായിരിക്കാം. അല്ലാതെ വേറൊരു പ്രശ്നം ഇതുവരെ ഈ ഗ്രൂപ്പില് നമ്മളായിട്ട് ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഗ്രൂപ്പ് നമുക്കത് റെസ്ട്രിക്ട് ചെയ്ത് പറയാനും പറ്റില്ല. കുറെ പേര് രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും അല്ലെ. ചിലപ്പോൾ രാത്രിയായിരിക്കും കുട്ടികളെയൊക്കെ ഉറക്കിയതിനു ശേഷം നിങ്ങൾ ഇരിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ കൂട്ടത്തിൽ. അങ്ങനെയുള്ളവർക്ക് ശരിക്കും രാത്രിയായിരിക്കും ഈ ഒരു വാട്സപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് എന്നുള്ള പറയുന്നതായിരിക്കും ഉപകാരപ്പെടുന്നത്. പക്ഷെ മാക്സിമം ഒരുപാട് ലേറ്റ് നൈറ്റിലേക്ക് പോകാതെ മെസ്സേജസുകൾ മാക്സിമം നമുക്കൊരു ടൈം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള മെസ്സേജുകളൊന്നും ആരും വായിക്കുകയും വേണ്ട. അതിനുള്ള റിപ്ലൈസും കൊടുക്കണം. സുറുമിനോട് എനിക്ക് ചോദിച്ചാലും സുറുമി അത് രാവിലെ കൊടുത്താൽ മതി റിപ്ലൈ കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. സുറുമി മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമുക്ക് പ്രശ്നങ്ങളൊന്നും വേണ്ട. നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ
ഇനിയിപ്പോ ഇത് പറഞ്ഞ ആരാണെങ്കിലും ആളുടെ സാഹചര്യം ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പറയാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ അത് സോറി. വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആർക്കും ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ടീച്ചറോട് പറയാം. ഓക്കെ. യെസ്, എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായോ? നമ്മള് ഇതിൽ നിന്ന് ഈ ചർച്ച ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി അതൊന്നും പറ്റി പറയരുത്. ടീച്ചർ ഒരു കാര്യം പറഞ്ഞോട്ടെ? ഞങ്ങൾ ഈ ഒരു ഇതിലായാലും ടീച്ചർ കൂടി അതിന്റെ ഒരു ഇത് വന്ന് ഞങ്ങൾ സോറി ചോദിക്കണം കേട്ടോ. ഞങ്ങള് യാതൊരു ഇതിൽ ഞങ്ങള് അത് കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സോറി പറഞ്ഞില്ലേ ആളോട്? കംപ്ലൈന്റ് പറഞ്ഞ ആൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടല്ലോ, അത് കുഴപ്പമില്ല. അല്ല, ടീച്ചറുടെ പേര് വന്ന കാരണം കൊണ്ട് ഞാൻ ടീച്ചറോടും കൂടി ക്ഷമ ചോദിക്കണം. ടീച്ചർ എന്തൊക്കെ ഫേസ് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചിരുന്നു നിങ്ങളോട്. എല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. അതൊന്നും പ്രശ്നമല്ല. 11 മണിക്ക് ശേഷം ഞങ്ങൾ ഒരു മെസ്സേജ് പോലും ഞങ്ങൾ അങ്ങോട്ടും ഷെയർ ചെയ്യല്ല. അപ്പം ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ബിസിയാണ്. ഹസ്ബൻഡും പിള്ളേരൊക്കെ വന്ന് ഞങ്ങൾ ബിസിയാണ്. വൈകുന്നേരം ഞങ്ങൾ അങ്ങനെ ചാറ്റിങ് ഇല്ല. ഞങ്ങൾ ഗ്രൂപ്പിലൊന്നും മെസ്സേജ് ഇല്ല രാത്രി കൂടുതലും. എന്താണെന്ന് എനിക്കും അറിയില്ല എന്താ സംഭവം. ഒരു കാര്യം അല്ല മാം, ഞങ്ങളിപ്പം അറിയാതെ ഇപ്പൊ നമ്മൾ അറിഞ്ഞത് കാര്യങ്ങളൊന്നും അല്ലെ ഫീൽ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ അറിയാതെ പറ്റിയ ഞങ്ങൾക്ക് ഒരു തെറ്റായിരിക്കും ഒരു പക്ഷെ. മറ്റുള്ള നമുക്ക് ഇടപെടുന്ന എന്ത് സംഭവിക്കാൻ നമുക്ക് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ഞങ്ങൾ എല്ലാവരും സോറി ചോദിക്കാം മിസ്റ്ററോടെ. അത് കുഴപ്പമില്ല, അറിയാത്രേ. എനിക്ക് പ്രശ്നമില്ല. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളല്ലേ നിങ്ങള്. അപ്പൊ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താൽ പറയണ്ട ടീച്ചർ. അങ്ങനെ പറഞ്ഞു തന്നുള്ളൂ. അല്ലാതെ അതിലൊരു വിഷയം ഇല്ല. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ തെറ്റുകൾ സംഭവിക്കട്ടെ, കറക്റ്റ് ചെയ്ത് പോകാനല്ലേ ഇപ്പോൾ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്കൊരു ഇപ്പൊ നമുക്ക് മനസ്സിലായി അല്ലെ? എന്തെങ്കിലും അങ്ങനെ ഗ്രൂപ്പില് ഒന്ന് ശ്രദ്ധിക്കണം എന്നൊരു ബോധം വന്നത് അല്ലെ? നിങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ബുദ്ധിമുട്ടുണ്ടായവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അത് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതിങ്ങ് വിട്ടേരും. ഇനി ഇതും പറഞ്ഞ ഗ്രൂപ്പിൽ ചർച്ച ചെയ്താ കേട്ടാ. ഇത് ഇനി ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടാ. പക്ഷെ കാര്യം അറിയാണ്ട് ഇത് ഇങ്ങനെ പറയാണ്ടിരുന്ന നമുക്ക് വിഷമം ഉണ്ടാവില്ലേ? ഇനി അത് വിട്ടേക്ക് പോട്ടെ. കഴിഞ്ഞു. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ക്ലാസ് അല്ലേ. പലരും പലതരത്തിലുള്ള സ്വഭാവക്കാരായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടുള്ളൊരു മാം ഈ ഗ്രൂപ്പിൽ വേണ്ട. ഒരു കാര്യം പറയട്ടെ, ടീച്ചർ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ വന്നിട്ട് നിങ്ങൾ ഷൗട്ട് ചെയ്യൂലേ? നിങ്ങൾ എന്ത് പറയാനാ ഗ്രൂപ്പിൽ എന്താണ് കാണിച്ചത്? എനിക്ക് ചൂടാവായിരുന്നില്ലേ നിങ്ങളോട്? നിങ്ങളോട് എന്തിനാണ് എന്റെ പേര് പറഞ്ഞൊക്കെ പറഞ്ഞ ചൂടാവായിരുന്നില്ലേ? ഞങ്ങളെല്ലാതും കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ പറഞ്ഞ എല്ലാം കഴിഞ്ഞു. ഓക്കെ. നമ്മൾ കഴിഞ്ഞ എനിക്ക് PDF എടുക്കാൻ പറ്റുന്നില്ല കുട്ടികളെ. നിങ്ങൾക്ക് സെഫാലോകേഡലിനെയും പ്രോക്സിമോ ഡെവലപ്മെന്റ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? പ്രിൻസിപ്പിൾ ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ചെയ്തോണ്ടിരുന്നത്. അതില് സെഫാലോകേഡൽ ട്രെയിനിങ് നമ്മൾ പഠിച്ചു. അപ്പൊ അതിനെ പറ്റി ചെറിയൊരു നോട്ട് ഞാൻ തരാം. അതൊന്ന് നിങ്ങൾ എഴുതി എടുക്കണം. ഓക്കെ. കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാം. അന്ന് കുറച്ച് വലിയ ക്ലാരിഫിക്കേഷൻസ് കിട്ടിയിട്ടില്ല. നോട്ട് തന്നാലും ഞാൻ നോട്ട് ഇട്ട് തന്നാലും ചിലപ്പോൾ നിങ്ങളത് എല്ലാവർക്കും പഠിക്കണമെന്ന് ചിലപ്പോൾ ക്ലിയർ ആയെന്ന് വരില്ല. അപ്പൊ ഒന്നുകൂടി ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് നോട്ട് വരാനും കുറച്ചും കൂടി എളുപ്പമല്ലേ. ഇപ്പൊ നോട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക. അല്ലാതെ ഇവിടെ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ തീരുമ്പോൾ നോട്ട്സ് വരും. ഓക്കെ. അപ്പൊ ഒന്ന് ഹെഡിങ് കൊടുക്കുക, സെഫാലോകേഡൽ ആൻഡ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മോട്ടോർ ഡെവലപ്മെന്റിലെ ഒരു ട്രെൻഡ് ആണ് എന്ത്? സെഫാലോകേഡൽ ആൻഡ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. പേജ് നമ്പർ ഒന്ന് പറയോ? 42. Okay. These are the THESE. These are the two patterns of. These are the
two patterns of physical development in infants. These are the two patterns of physical development in infants. Infants are ശിശുക്കൾ. INFANTS, infants. These are the two patterns of physical development in infants. INFANTS, infants, ശിശുക്കൾ. അപ്പൊ ഈ രണ്ട് പാറ്റേൺസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫാൻസ്, ശിശുക്കളിലാണ് ഇത് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ? ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് കുട്ടികളിലാണ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. രണ്ട് ട്രെൻഡ് ആണെന്ത്? സെഫാലോഗേഡൽ ആൻഡ് പ്രോക്സിമോഡിസ്റ്റൽ എന്ന ട്രെൻഡ്. ഇതൊരു ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ് അല്ലെ? ഒരു ഭൗതിക വികാസമാണ് ഈ രണ്ട് ട്രെൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ ടു പാറ്റേൺസ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻ ഇൻഫാൻസ്. അത്ര എഴുതിയോ? ഇപ്പൊ ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ചോ. ഇപ്പൊ ടീച്ചർ ഈ ഒരു നോട്ട് തന്നു. ഇത് ഒരു കുട്ടി ചിലപ്പോ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ബാക്കിയുള്ളവര് ഗ്രൂപ്പിൽ തന്നെ കുറച്ച് നോട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ആ പറയേണ്ട അവസ്ഥ വരണ്ട. ക്ലിയർ ആയിട്ട് എഴുതിയ ഒരാളുണ്ടെങ്കിൽ ആ നോട്ട് അങ്ങ് ഇട്ടേക്കാം കേട്ടോ. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അങ്ങ് നിങ്ങൾ ഇട്ടോളൂ, നിങ്ങളുടെ ഗ്രൂപ്പിൽ. ഓക്കെ, അപ്പൊ മനസ്സിലായില്ല ഇപ്പൊ നമ്മളുടെ എന്തിനാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന്? അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമുള്ള രീതിയിൽ നമുക്ക് പോയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഓരോ ട്രെൻഡും നിങ്ങൾക്ക് അന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് പറഞ്ഞിട്ട് അല്ലെ, എന്താണെന്നുള്ളത് നമുക്ക് നോട്ട് വേണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. പഠിക്കേണ്ടത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോയാൽ മതി. എന്താണ് പറഞ്ഞത്? അപ്പൊ സെഫാലോ കേഡൽ ട്രെൻഡ് എന്താണെന്ന് ആദ്യം എഴുതിക്കോ. സെഫാലോ കേഡൽ ട്രെൻഡ് എന്ന ഹെഡിങ് കൊടുക്കാം. The term cephalo, the term TERM, the term cephalo എന്ന് മാത്രം എഴുതാം. CEPHALO, cephalo എന്ന് മാത്രം എഴുതാം കേട്ടോ. The term cephalo comes from the COMES, comes from the Latin word. The term cephalo comes from the Latin word. Latin word ആണോ? Word WORD. Latin words. S ഉണ്ട് കേട്ടോ. words. അപ്പൊ ഈ സെഫാലോ കേഡൽ എന്നുള്ളത് രണ്ടും ലാറ്റിൻ വേർഡ്സ് ആണ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ? നോർമലി ഉള്ള പേരല്ലാതെ വ്യത്യസ്തമായൊരു പേരാണ്. അതുകൊണ്ട് തന്നെയാണ് ലാറ്റിനിൽ നിന്നാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ സെഫാലോ എന്താണ്? സെഫാലോ മീൻസ് എന്താണ് നമ്മൾ പഠിച്ചത്? സെഫാലോ മീൻസ് ഹെഡ്. തല. സെഫാലോ മീൻസ് ഹെഡ്. And cradle means cradle. CAUDAL. Cradle എന്താണ്? അപ്പോ യെസ്, tail അല്ലെങ്കിൽ foot. tail TAIL. Okay. Cephalocadal. The term cephalo comes from the Latin word cephalo, head, and cadal means tail. Okay, ഇതാണ് ഈ വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത്. സെഫാലോകേഡൽ എന്ന പദം എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത്? ലാറ്റിൻ ആണ് അല്ലെ? ലാറ്റിനിൽ നിന്ന് ഒറിജിൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് ആയ രണ്ട് വേർഡ്സിൽ നിന്നുമാണ്. ഒന്ന് സെഫാലോ മീൻസ് ഹെഡ്, തല എന്നോ, കേഡൽ മീൻസ് എന്താണ്? ടെയിൽ എന്നും അല്ലെങ്കിൽ ഫൂട്ട് എന്ന് നമ്മൾ പറയാം. എന്നാണ് ഇതിന്റെ മെയിൻ മീനിങ് എന്ന് പറയുന്നത്. അത്രയും മനസ്സിലായോ? യെസ്.
ഓക്കെ, ഇനി ഇതിന്റെ ഡയറക്ഷൻ, ഈ വളർച്ച അല്ലെങ്കിൽ ഈ ഡെവലപ്മെന്റ് എങ്ങനെയാണ് കുട്ടിയിൽ സംഭവിക്കുന്നത്? ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചോളൂ കേട്ടോ. ഡയറക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ദിശ എങ്ങനെയാണ്, ഇതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്, ഡയറക്ഷൻ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, എഴുതിയോ? എന്നിട്ട് നോട്ട് ചെയ്യാം. This principle describes ഈ പ്രിൻസിപ്പിൾ പ്രകാരം ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്? This principle describe the pattern of describes the pattern of development, the pattern of development, where W-H-E-R-E, where the pattern of development, where W-H-E-R-E, where growth occurs from the G-R-O-W-T-H, growth occurs, O-C-C-U-R-S, occurs from the body downwards, ഒന്നുകൂടി വായിക്കാം ടീച്ചറുടെ ഡയറക്ഷൻ. This principle describes the pattern of development where growth occurs from the top of the body downwards. From the top of the body downwards. This principle describes the pattern of development where growth occurs from the top of the body downwards. ആർക്ക് പറയാൻ പറ്റും ഇപ്പൊ പറഞ്ഞ ഡയറക്ഷൻ ഒന്ന് ക്ലിയർ ആയിട്ട്? ഞാൻ പറയാം. ഡെവലപ്മെന്റ് നടക്കുന്നത് ബോഡിയുടെ മുകളിൽ, അതായത് തലഭാഗത്തു നിന്ന് താഴ്ഭാഗത്തോട്ടേക്കാണ് നടക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ബേബി ആദ്യം അനക്കുന്നത് ഹെഡ് ആയിരിക്കും, പിന്നെ കുറച്ചു കഴിഞ്ഞാൽ അത് ഇരിക്കാൻ തുടങ്ങും, കമഴ്ന്ന് കിടന്ന് പിന്നെ ഇരിക്കാൻ തുടങ്ങും, പിന്നെയാണ് അത് വാക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അത് തല തൊട്ട് താഴെ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഡെവലപ്മെന്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഹെഡ് ആൻഡ് മൂവ്സ് ഡൗൺ ടു ദ ഫീറ്റ്. ഇതിന്റെ ഡയറക്ഷൻ, ദിശ, വളർച്ച എങ്ങനെയാണ് നടക്കുന്നത്? മുകളിൽ നിന്ന് താഴേക്കാണ് അല്ലെ, ടോപ്പ് ടു ഡൗൺവേർഡ്സിലേക്കാണ് അതിന്റെ ഡയറക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ദിശ എങ്ങനെയാണ്, ഇതിന്റെ വളർച്ച വരുന്നതെന്ന് ക്ലിയർ ആണോ? നെക്സ്റ്റ്, അടുത്തത് പ്രോക്സിമോ ഡിസ്റ്റൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ എഴുതുന്നത്. സെഫാലോപോഡിൽ എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്. അപ്പോ ഇതിന്റെ സെഫാലോപോഡിന്റെ ഒരു എക്സാമ്പിൾ വേണോ നിങ്ങൾക്ക്? എക്സാമ്പിൾ എഴുതണോ? യെസ്, ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഒരു എക്സാമ്പിൾ, babies gain control, G-A-I-N, gain control of their head and neck, muscles
muscles before they can sit up. 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 എന്താണ് എക്സാമ്പിൾ പറയുന്നത്? Babies gain control of their head and neck. Muscles before they can sit up. എക്സാമ്പിൾ എന്താ പറയുന്നത്? ഇരിക്കുന്നതിനേക്കാളും മുന്നേ അവർക്ക് കൺട്രോൾ കിട്ടുന്നത് ഹെഡിന്റെയും നെക്കിന്റെയും മസിൽസിനാണ്. ഫസ്റ്റ് അതാണ് അവര് ശരിയാവുക, പിന്നീടാണ് അവർ ഇരിക്കാൻ വേണ്ടി പഠിക്കുന്നത്. ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്, അതിനുശേഷമാണ് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? എന്ത് ചെയ്യാൻ കഴിയുന്നത്? ഇരിക്കാൻ പറ്റുന്നത്. യെസ്, ഇരിക്കാനൊക്കെ പറ്റുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ മതിയില്ലേ? ഒരെണ്ണം മതി. നെക്സ്റ്റ് സെഫാലോ കെഡൽ, സോറി, പ്രോക്സിമോ ഡിസ്റ്റൽ ഡെവലപ്മെന്റ് എഴുതട്ടോ. പ്രോക്സിമോ ഡിസ്റ്റൽ ഡെവലപ്മെന്റ്. Proximal distal development. Yes. ഡിസ്റ്റൻസ് രണ്ടല്ലേ? ഡെവലപ്മെന്റ് ആണ്. രണ്ടും ഡെവലപ്മെന്റ് ഒക്കെ ഒന്ന് തന്നെയാണോ കേട്ടോ? എങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല. പ്രോക്സിമോ ഡിസ്റ്റൽ, അതിന്റെ മീനിങ് ആണ് പറയുന്നത്. പ്രോക്സിമോ ഡിസ്റ്റൽ കം ഫ്രം, അത് രണ്ട് വാക്കുകളാണ്. എന്താ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്നത്? പ്രോക്സിമോ മീൻസ് നിയർ. പ്രോക്സിമോ മീൻസ് എന്താണ്? നിയർ. NEAR. നിയർ എന്താണ്? നിയർ അടുത്തത്. ഫ്രം പ്രോക്സിമോ. ആദ്യം പ്രോക്സിമോ ഇൻവെർട്ടർ കോമയിൽ എഴുതാ. പ്രോക്സിമോ, PROXIMO. പ്രോക്സിമോ എന്ന് ഇൻവെർട്ടർ കോമയിൽ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം? നിയർ. അതിന്റെ മീനിങ് ആണ് പ്രോക്സിമോ മീൻസ് നിയർ. NEAR. പ്രോക്സിമോ മീൻസ് നിയർ. ടീച്ചർ പറയുന്നത് മനസ്സിലാവുള്ളത് നിങ്ങൾക്ക്? Yes, teacher. Yes, ma'am. Okay. Then and distal means, distal എന്ന വാക്കിന് അർത്ഥം എന്തായിരിക്കും? DISTAL. distal. Distance എന്താണ്? Yes, very good. Far അല്ലെ? Distal means far. FAR, ദൂരെ. ഇതാണ് ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം എന്ന് പറയുന്നത്. പ്രോക്സിമ മീൻസ് നിയർ ആൻഡ് ഡിസ്റ്റൽ മീൻസ് ഫാർ. ഓക്കെ, ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മൾ ഇത് എവിടെ തുടങ്ങിയുള്ള വികസനം എന്നാണ് പഠിച്ചത് കുട്ടിയുടെ? ജനറൽ ആയതിൽ നിന്നും സ്പെസിഫിക് ആയതിലേക്ക്. അതെ, ജനറൽ ആയതിൽ നിന്ന് സ്പെസിഫിക് ആയതിലേക്കുള്ള വളർച്ചയാണ് അല്ലെ? സെന്റർ ഓഫ് ദി ബോഡിയിൽ നിന്ന് താഴേക്കുള്ള വികസനമാണ്. അല്ലെങ്കിൽ എന്താ പറയുന്നത്? എന്റെ ഡയറക്ഷൻ എഴുതിക്കോളൂ. ഡയറക്ഷൻ എഴുതൂ. സ്പൈനൽ കോഡ് ഡെവലപ്മെന്റ്സ്, അതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ, പറഞ്ഞുതരാം. ദിസ് പ്രിൻസിപ്പിൾ ഡിസ്ക്രൈബ് ദ പാറ്റേൺ ഓഫ്, നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാം. ദിസ് പ്രിൻസിപ്പിൾ ഡിസ്ക്രൈബ് ദ പാറ്റേൺസ് ഓഫ്, this principle describe the pattern of development where growth occurs. നേരത്തെ അതേ പോയിന്റ് അങ്ങനെ തന്നെ എഴുതാം. This principle describe the pattern of development where growth occurs from the center of the body outwards. 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 പറയൂ, ഇതിന്റെ വികസനം എങ്ങനെയാണ് നടക്കുന്നത്? ഡയറക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ബോഡിയുടെ സെന്ററിൽ നിന്ന് ഔട്ട്വാർഡ്സ്. സെന്ററിൽ നിന്നും എങ്ങോട്ടാണ്? ഔട്ട്വാർഡ്സ്. ഔട്ട്വാർഡ്സ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടൊക്കെ ആയിരിക്കും? ഫിംഗേഴ്സിലേക്കാണോ ഉദ്ദേശിക്കുന്നത്? ഫിംഗേഴ്സിലേക്ക് തുടങ്ങി നമ്മുടെ ശരീരത്തിന്റെ താഴെയുള്ള സ്പൈനൽ കോഡിൽ നിന്ന് താഴേക്കുള്ള ഭാഗങ്ങളിലേക്കുള്ള എല്ലാ മസിൽസിന്റെയും ഡെവലപ്മെന്റ്സ് നടക്കുകയാണ്. ഓക്കെ, ഇനി അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പ്രോക്സിമോ ഡിസ്റ്റൽ എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റും? ആദ്യമായി കുട്ടികള്
ഒരു സാധനം പിക്ക് ചെയ്യണമെങ്കിൽ അത് ഫിംഗേഴ്സ് കൊണ്ട് വാങ്ങിക്കണമെങ്കിൽ സമയം എടുക്കുമല്ലോ, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ആദ്യം ഫിംഗേഴ്സ് മൂവ് ചെയ്യുള്ളൂ അല്ലെ? ആദ്യം എന്താണ് ഫിംഗർ മൂവ് ചെയ്യുള്ളൂ. അത് ആ ഫിംഗേഴ്സ് ഉപയോഗിച്ച് കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും? ആ ഒരേ സമയം തന്നെ നടക്കും. ആദ്യം മൂവ്മെന്റ്സ് ആണോ അല്ലെങ്കിൽ കുട്ടി ആ കൈകൊണ്ടാണ് ആക്ടിവിറ്റി ചെയ്യുന്നത്? മൂവ്മെന്റ്സ്. ആദ്യം മൂവ്മെന്റ്സ് ആണ് നടക്കുന്നത് അല്ലെ? അതേപോലെ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടിയുടെ സ്പൈനൽ കോഡ് ഡെവലപ്മെന്റ്സ്, അത് എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോളൂ കേട്ടോ. ദ സ്പൈനൽ കോഡ് ഡെവലപ്സ്, ദ സ്പൈനൽ കോഡ് ഡെവലപ്സ്, എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ദ സ്പൈനൽ കോഡ് ഡെവലപ്സ്, the spinal cord develops the arms and legs. The arms, A-R-M-S, the arms and legs. The arms and legs, comma, arms and legs, comma, and then the fingers and toes, and, A-N-D, and, then, T-H-E-N, and, then, T-H-E-N, then the fingers and toes, the fingers and toes, the fingers and toes. അങ്ങോട്ട് പറയാം കേട്ടോ. The spinal cord develops before the arms and legs, and then the fingers and toes. എന്താണ് ഈ എക്സാമ്പിൾ പറയുന്നത്? സ്പൈനൽ കോഡ് ഡെവലപ്മെന്റിന് ശേഷമാണ് ആംസും ലെഗ്സും മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്, പിന്നെയാണ് ഫിംഗേഴ്സിലേക്കും ടോസിലേക്കും പോകുന്നത്. യെസ്, വെരി ഗുഡ്. നമ്മുടെ സ്പൈനൽ കോഡിലാണ് ആദ്യം വികസനം നടക്കുന്നത് അല്ലെ? സ്പൈനൽ കോഡ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമ്മളുടെ കൈകാലുകളെല്ലാം ആംസ് ഒക്കെ നമുക്ക് അനക്കാനായിട്ട്, കുട്ടികൾക്ക് അനക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ സെന്റർ ഓഫ് ദ ബോഡി ഡെവലപ്മെന്റ് എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, യെസ്. നമ്മുടെ നട്ടെല്ലിന്റെ വികസനങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ നട്ടെല്ലിന്റെ കീഴ്പോട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ്. ടോയ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടോയ്, തന്തവിരൽ, കാലിന്റെ കാൽവിരലുകൾ വരെയുള്ള അനക്കങ്ങൾ സംഭവിക്കണം. ആ മൂവ്മെന്റ്സ് സംഭവിക്കണമെങ്കിൽ എന്താണ്? പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന ഡെവലപ്മെന്റ്സ് പൂർണ്ണമായിട്ടും നടന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ വികസനം ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് സെന്റർ ഓഫ് ദ ബോഡി തുടങ്ങി താഴേക്കുള്ള വികസനങ്ങളിൽ അല്ലെങ്കിൽ മൂവ്മെന്റ്സ് കുട്ടികൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, യെസ്. നിഷാദ് എഴുതിയ പ്രോക്സിമ ഡിസ്റ്റൽ ഡെവലപ്മെന്റ് ഇല്ലേ, അല്ല പോയിന്റ് ഒരു ഇൻകംപ്ലീറ്റ് പോലെ ഉണ്ട് എഴുതിയതില്. എനിക്ക് തെറ്റായതാണോന്ന് അറിയില്ല. പ്രോക്സിമ ഡിസ്റ്റൽ കംസ് ഫ്രം പ്രോക്സിമ നിയർ ആൻഡ് ഡിസ്റ്റൽ മീൻസ് ഫാർ. അങ്ങനെ എങ്ങനെയുള്ള ടീച്ചർ പറഞ്ഞത്? പ്രോക്സിമോ ഡിസ്റ്റൽ കം ഫ്രം കഴിഞ്ഞിട്ടൊരു എന്താണ് ഇൻവേർട്ടർ കോമയിലാണ് എഴുതാൻ പറയുന്നത്, പ്രോക്സിമോ എന്ന് എഴുതാൻ പറയുന്നത്. ഓക്കെ, അതിന്റെ മീനിങ് ബ്രാക്കറ്റിൽ പറഞ്ഞു നിയർ, അതിന്റെ മീനിങ് ബ്രാക്കറ്റിൽ ഇടാനാണ് പറഞ്ഞത് നിയർ. ആൻഡ് ഡിസ്റ്റലിന്റെ മീനിങ്ങും, ഡിസ്റ്റൽ എന്നുള്ളത് നമ്മൾ ഇൻവേർട്ടർ കോമയിലാണ്, ഡിസ്റ്റലിന്റെ കൂടെ ബ്രാക്കറ്റിൽ നമ്മൾ ഫാർ എന്ന് എഴുതണം. ഓക്കെ, അത് എഴുതിയുമ്പോ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നത്. ഓരോ വേർഡ്സ് മനസ്സിലായി. ഞാൻ വിചാരിച്ച കംസ് ഫ്രം പറഞ്ഞത് നമ്മൾ തൊട്ട് മുന്നേ ലാറ്റിൻ വേർഡ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതുപോലെ എന്തെങ്കിലും എഴുതാനാണ്, ഇതുപോലെ തന്നെ എഴുതിയത്, അങ്ങനെയാണോ വിചാരിച്ചു. കംസ് ഫ്രം പറഞ്ഞിട്ട് പിന്നെ അതിൽ ഇങ്ങനെ പ്രോക്സിമ അത് പറഞ്ഞപ്പോ തൊട്ട് മുന്നേ നമ്മൾ ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്താണ് പറഞ്ഞല്ലോ, അപ്പൊ അതുപോലെയാണോ വിചാരിച്ചു. അങ്ങനെയാണ് പറഞ്ഞു പോയതല്ലേ? ആണോ? ശ്രദ്ധയിലുണ്ടാവൂല. ഓക്കെ, ഇനിയും ഇത് മനസ്സിലാവാത്തവരുണ്ടോ? സെഫാലോക്കെടലും പ്രോക്സിമോ ഡിസ്റ്റലും മനസ്സിലാവാത്തവരുണ്ടോ? ഓക്കെ, ഇതിലിങ്ങനെ കൺഫ്യൂഷൻ വരാൻ കാരണം എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് പഠിക്കുന്നത് ആണോ? ഇതൊക്കെ അറിയാവുന്നേ, പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ തിരിച്ചിട്ടെല്ലാം പറയുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നേ. ഇങ്ങനെയൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മളൊരു കുട്ടി വളരുന്നു കണ്ടു, 1 വയസ്സായി 2 വയസ്സായി കുട്ടി വളരുന്നുണ്ട് അല്ലെ? എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്താണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ആരാവാൻ പോവുകയാണ്? ടീച്ചർ ആവാൻ പോണേ അല്ലെ?
സൈക്കോളജി ഡെവലപ്മെന്റ്സ് ഒക്കെ അരച്ച് കലക്കി പഠിച്ചാലേ ഇതൊക്കെ രക്ഷയുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പോ ഈ സെഫാലോ കേഡലിൽ തന്നെ അത് എല്ലാവർക്കും കൺഫ്യൂഷൻ ആണോ? സെഫാലോ കേഡലും പ്രോക്സിമോലെ ക്വസ്റ്റ്യൻസ് വരുമ്പോ തന്നെ കുറെ വലിയ ഡൗട്ടാണ്. അപ്പൊ നിങ്ങളുടെ വലിയൊരു കടമ്പ് കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നമ്മുടെ മനുഷ്യന്റെ വികസനത്തിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ വികസനത്തിൽ ആദ്യത്തെ ഡെവലപ്മെന്റ് ഭാഗമാണ് നിങ്ങൾ പഠിച്ചത്. ഓക്കെ, ഇതിന് മുന്നേ ഫസ്റ്റ് ചാപ്റ്ററിലെ അല്ലാതുള്ള ഒരു കുഞ്ഞ് എങ്ങനെ ജനിക്കുന്നു അല്ലെങ്കിൽ അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, നമ്മൾ ആ കുഞ്ഞ് ഗർഭപാത്രത്തിൽ എത്തുന്ന വരെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പഠിച്ചത് ആദ്യത്തെ ചാപ്റ്ററിലെ. ഓർക്കുന്നില്ലേ? പറ. ഡെവലപ്മെന്റ് തനിയെ നടക്കുന്നത് കൊണ്ട് ശ്രദ്ധിക്കാറില്ല. സുറന്ന് പറഞ്ഞത് ശരിയാണ് അല്ലെ? വികസനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, നമ്മളത് ശ്രദ്ധിക്കില്ല. പക്ഷെ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് മോട്ടോ പ്രവർത്തനങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് കുട്ടികളിൽ നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ കുഞ്ഞ് ജനിച്ച് ഒരു 90 ദിവസം എത്തുന്ന സമയത്ത് ഒരു മാസം ഉണ്ടായ വ്യത്യാസമല്ല അവന് 90ാമത്തെ ദിവസം അല്ലെങ്കിൽ 3 മാസം ആവുന്ന സമയത്ത് ഉണ്ടാവുന്നത് അല്ലെ? അവിടെയൊക്കെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഗ്രോത്തും ഡെവലപ്മെന്റും ഒരേപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയില്ലായിരുന്നുള്ളൂ അല്ലെ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ എന്താണെന്ന്? അപ്പൊ എനിക്ക് PDF എടുക്കാൻ പറ്റുന്നില്ല. അടുത്ത ട്രെൻഡ് ഏതാണ് കാണിക്കണേന്ന് അറിയോ ഇതില്? ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ. ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ. ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ. നിങ്ങൾക്ക് എല്ലാവരുടെയും ടെക്സ്റ്റ് ഉണ്ടോ? ബൈലാറ്ററൽ യൂണിലാറ്ററൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇത് എടുക്കുന്നതിന് മുമ്പ് ടീച്ചർ പറഞ്ഞു നമുക്കൊക്കെ എന്തുണ്ടെന്ന് പറഞ്ഞു. ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയർ ബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മളാ? ഓർക്കണ്ടോ? അപ്പൊ ഇതെങ്ങനെയാ വരുന്നത്? ഞാൻ എന്റെ കയ്യിലുള്ള നോട്ട് വെച്ച് പറയാം. അതില് PDF ഓപ്പൺ ആവുന്നില്ല, അതുകൊണ്ടാണ്. In newborn infants, it's necessarily a bilaterally symmetrical organism, anatomically, morphologically, and functionally. But as it grows up, preference to one of the direction, right or left, occurs place and become unilateral. ശരിക്കും പറഞ്ഞാല് അത് തന്നെയാണ് മിസ് ഇതിലുള്ളത്. ടെക്സ്റ്റിൽ മിസ് വായിച്ച അതേതാണ്. കയ്യിലുള്ള നോട്ട്സ് നോക്കാതെ പറയാം. PDF കാണാൻ പറ്റാത്തതാണ് ഇതിൽ നോക്കി പറയുന്നത് കേട്ടോ. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവരുടെ പല കാര്യങ്ങളും എന്ന് വെച്ചാൽ എന്താണ്? സിമെട്രിക്കൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ടോ വാക്ക് സിമെട്രിക്കൽ? ഇരുവശങ്ങൾ ഒരേപോലെയാന്ന് പറയുന്നത് സിമെട്രി. യെസ്, സെയിം ഇൻ സൈസ്. അതായത് സൈസ് അല്ല, രീതി അല്ലെങ്കിൽ എന്താ പറയാ, ഒരേപോലെ എന്ന് പറയും. സെയിം ആയിരിക്കും. അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് എന്താണ്? ഒരേപോലെ ആയിരിക്കും. സിമെട്രിക്കൽ ആണ് എല്ലാ കുട്ടികളും. പക്ഷെ ജനനത്തിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ഡെവലപ്മെന്റ്സിൽ ഉണ്ടാവുന്നത്. ജനന സമയത്ത് മിക്ക കുട്ടികളിൽ എന്താണ്? ഒരേ ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ അവർ സിമെട്രിക്കൽ ആണ്. രണ്ടും എന്താണ്? രണ്ട് വശങ്ങൾ ഒരേപോലെ ആയിരിക്കും അല്ലെ? തല, രണ്ട് കയ്യ്, കാല്, ഉടല്, ഇങ്ങനെ തന്നെയല്ലേ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്? മിക്ക കുട്ടികളും ഡിഫക്ട്സ് ഉള്ളവരുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്. നോർമൽ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് എന്താണ്? ഇരുവശങ്ങളും ഒരേപോലെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ സിമെട്രിക്കൽ എന്ന് സൂചിപ്പിക്കുന്നത്. ഒരു സിമെട്രിക്കൽ ഓർഗാനിസം ആണ് കുട്ടികളിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അനോട്ടോമിക്കലി എന്താണ്? അനോട്ടോമിക്കലി ഓർഗാനിസം അനോട്ടോമിക്കലി എന്ന് പറഞ്ഞതാണ് ശരീരഘടന അല്ലെ? അനാറ്റമി, സ്ട്രക്ചർ ഓഫ് ദ ബോഡി. യെസ്, വെരി ഗുഡ്. സ്ട്രക്ചർ ഓഫ്, നമ്മള് അനാറ്റമി കേട്ടിട്ടില്ലേ നിങ്ങള്? അനാറ്റമി ഓക്കെ. ഇത് കുറച്ച് പേരെങ്കിലും സയൻസ് പഠിച്ചിട്ടുണ്ടോ? സയൻസ് +2 സയൻസ് പഠിച്ചവരുണ്ടോ? ഡിഗ്രി സയൻസ് പഠിച്ചവരുണ്ടോ? ഉണ്ട്. ഓക്കെ. നമ്മുടെ സുവോളജി പഠിച്ചവരുണ്ടോ? സുവോളജി ഓക്കെ. യെസ്, വെരി ഗുഡ്. നല്ല സബ്ജക്റ്റ് അല്ലേ സുവോളജി? യെസ്, നല്ലൊരു സബ്ജക്റ്റ് ആണ്. പല കാര്യങ്ങളും വ്യത്യസ്തമായിട്ട് പഠിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ബോട്ടണി ഓക്കെ, പക്ഷെ സുവോളജിക്ക് വളരെയധികം പ്രത്യേകത ഉണ്ട്. പഠിച്ചവർക്ക് അറിയാൻ പറ്റുന്നത്. യെസ് അല്ലെ?
പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അത് പഠിക്കാൻ വേണ്ടി എടുത്ത് പഠിച്ചിട്ടുണ്ട്. സയൻസ് സ്ട്രീം അല്ലാത്തത് കൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി അതെടുത്ത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ പഠിച്ചൊരു കാര്യമാണ് സൈക്കോളജി. കേട്ടോ, നമുക്ക് ചില ടോപ്പിക്സിനോട് ഇൻട്രസ്റ്റ് തോന്നുന്ന ഭാഗങ്ങളുണ്ട് അല്ലെ, അതൊക്കെ ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. പക്ഷെ അതിലെന്തെങ്കിലുമൊക്കെ തരത്തില് നമുക്ക് കുറെ കണ്ടെത്താൻ പറ്റും കുറെ കാര്യങ്ങൾ. അങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്സിനാണ് ഇതെല്ലാം. എല്ലാ സബ്ജക്ട്സിനും ഓരോ വെറൈറ്റീസ് ഉണ്ട്. നമ്മളത് ആ സബ്ജക്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ ഇരിക്കും. അത് ആ സബ്ജക്ട് നമ്മൾ ഇഷ്ടപ്പെടും. നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ഏത് വിഷയവും നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് അല്ലെ, ഇഷ്ടപ്പെട്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾക്ക് വല്ലാത്തൊരു പ്രത്യേകതയാണ്. ഓക്കെ, വെറുതെ ചോദിച്ചു കേട്ടോ, സുവോളജി ഇഷ്ടപ്പെടുന്നവരാണോ? ഓക്കെ, അപ്പൊ ശരീരഘടന ഒരുപോലെ ആയിരിക്കും, സിമെട്രിക്കൽ ആയിരിക്കും. അതേപോലെ എന്താണ് സിമെട്രിക്കൽ മീൻസ് കുട്ടിയുടെ രണ്ട് സൈഡും ഒരേപോലെ. അതേപോലെ അനാട്ടമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരീരഘടന ഒരേപോലെ ആയിരിക്കും. പിന്നെ എന്താണ് മോർഫോളജിക്കലി ആൻഡ് ഫങ്ഷണലി എന്ന് പറഞ്ഞാൽ എന്താണ്, മോർഫോളജിക്കലി എന്ന് പറഞ്ഞാൽ എന്താ, മോർഫോളജി രൂപശാസ്ത്രം, അല്ലെങ്കിൽ ഒരു കുട്ടി കാണാനായിട്ടുള്ളൊരു രൂപം ഉണ്ടാവും അല്ലെ. നമ്മൾ പറയില്ലേ മോർഫോളജി മീൻസ് രൂപശാസ്ത്രം എന്നാണ് പറയുന്നത്. ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഒരു കുഞ്ഞാണ് അല്ലെ, ആ ഒരു പ്രതിരൂപം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു കുട്ടിയിലെ എന്താണ്, ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവന്റെ ഇരുവശങ്ങളും ഒരേപോലെയാണ്, സിമെട്രിക്കൽ ആണ്. അതേപോലെ തന്നെ എന്താണ്, അവന്റെ എല്ലാ ഫങ്ഷൻസും പ്രത്യേകിച്ച് അനാട്ടമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കും. അവന്റെ രൂപശാസ്ത്രം അല്ലെങ്കിൽ മോർഫോളജി എങ്ങനെയായിരിക്കും, ഒരേപോലെ ആയിരിക്കും. പക്ഷെ ഇവര് വളരുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഗ്രോ അപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഒരു യൂണിലാറ്ററലായി മാറും. യെസ്, വെരി ഗുഡ്. അത് യൂണിലാറ്ററൽ ആയിട്ട് മാറും. ബൈലാറ്ററലിൽ നിന്ന് അവര് യൂണിലാറ്ററൽ ആയിട്ട് മാറുകയാണ് അല്ലെ. ഒരു എന്താണ്, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് പ്രിഫറൻസ് ടു വൺ ഓഫ് ദ ഡയറക്ഷൻ ഒക്കേഴ്സ് പ്ലേസ് ആൻഡ് ബിക്കം യൂണിലാറ്ററൽ. അതായത് അവരുടെ പല പ്രവർത്തനങ്ങളും ഒരു ബ്രെയിനെ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഇവിടെ കുറച്ച് പോയിന്റ്സ് ഒന്ന് ആഡ് ചെയ്തിട്ടുള്ള കേട്ടോ. അതാണ് നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ പോലെ തോന്നും. ഇവിടെ ലെഫ്റ്റ് ബ്രെയിനിന്റെ റൈറ്റ് ബ്രെയിനിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്താണ്, ഓരോ വ്യക്തികൾക്കും ഓരോ കുട്ടികൾക്കും എന്താണ്, ഓരോ കുഞ്ഞിനും എന്താണ്, ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ട്, റൈറ്റ് ബ്രെയിൻ ഉണ്ട്. നമ്മളുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ഏതിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും എന്തുണ്ടായിരിക്കുക, ഡെവലപ്മെന്റ്സ് കൂടുതൽ, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ചിലപ്പോ. ഇപ്പൊ നമ്മളന്ന് പറഞ്ഞ എന്താണ്, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഏത് ബ്രെയിൻ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്, ഏത് ബ്രെയിൻ എന്നാണ് പറഞ്ഞത്, ലെഫ്റ്റ് ബ്രെയിൻ ആണ്. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏത് ബ്രെയിൻ ആണ്, ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ റൈറ്റ് ബ്രെയിൻ ആണ്. അപ്പൊ നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റും ഇൻട്രസ്റ്റ് ഒക്കെ അനുസരിച്ചിട്ട് എന്താണ്, നമ്മൾ ഒരു സ്ഥലത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. അതിനെയാണ് അവിടെ യൂണിലാറ്ററൽ എന്ന് പറയുന്നത്. നമ്മൾ ഒരു വശത്തേക്ക് മാത്രം, അല്ലെങ്കിൽ പക്ഷെ ഇത് വേറെ രീതിയിൽ സംഭവിക്കാറുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു വശം മാത്രമൊന്നല്ല, രണ്ട് വശങ്ങൾ ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അങ്ങനെയുള്ള റേറായിട്ടുള്ള കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ വളരുമ്പോഴാണ്, വളർന്നു കഴിയുന്ന സമയത്താണ്, കുട്ടി ഗ്രോ ചെയ്യുന്ന സമയത്താണ് അവരിൽ എന്ത് സംഭവിക്കുന്നത്, വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഒരു ദിശയിലേക്ക് മാറ്റപ്പെടുന്നു, ഒന്ന് റൈറ്റ് ഡയറക്ഷൻസിലേക്കോ ലെഫ്റ്റ് ഡയറക്ഷൻസിലേക്കോ കുഞ്ഞി മാറുകയാണ് വളരുന്നതിനനുസരിച്ച്. ഓക്കെ, അത് നമ്മുടെ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. എല്ലാ മനുഷ്യനിലും ഇങ്ങനെ തന്നെയാണ് വികസനം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നമുക്ക് മുൻഗണന കൊടുത്തിട്ട് വളരും. ഇപ്പൊ റൈറ്റ് ആണെങ്കിൽ ആ കുട്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റൈറ്റ് ഹെമിസ്ഫിയറിൽ വരുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും. അപ്പൊ കുട്ടിക്ക് റൈറ്റ് ബ്രെയിൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് കുട്ടി വർക്ക് ചെയ്യുന്നത്. അവൻ അവിടെ മാത്രമായിക്കോളും കോൺസെൻട്രേഷൻസ് വരിക. അല്ലാത്തവർ എങ്ങനെയായിരിക്കും, ലെഫ്റ്റ് ബ്രെയിൻ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് നടക്കുന്നുണ്ട്, ഡെവലപ്മെന്റൽ പ്രോസസ് അല്ലെങ്കിൽ എന്താണ് ഓട്ടോ ഡെവലപ്മെന്റ് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ് എന്ന് പറഞ്ഞത്. യെസ് മാം. യെസ്. ഓക്കെ, PDF ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ നോക്കിയെടുക്കാൻ ഒരു സുഖമില്ല. നമുക്ക് നെക്സ്റ്റ് ഉള്ള ട്രെൻഡ് അടുത്ത ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞുതരാം. ബാക്കിയത് ഒട്ടും പറ്റുന്നില്ല, ഇങ്ങനെ നോക്കി എടുത്ത് ഇങ്ങനെ പറയാനായിട്ട് ഒരു തലയ്ക്കൊരു ബാലൻസ് കിട്ടാത്ത പോലെ തോന്നും. ഇങ്ങനെ എടുക്കാറില്ല, ഇങ്ങനെ നോക്കി പറയാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് നെക്സ്റ്റ് ഉള്ളത് ഓരോ പ്രിൻസിപ്പിൾ കൂടിയല്ലേ ഉള്ളൂ.
അത് അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം കേട്ടോ. പിന്നെ റോൾ ഓഫ് ദ ടീച്ചറും, അതോടുകൂടി ഈ ചാപ്റ്റർ കഴിയും. അത് കഴിഞ്ഞ് നമ്മള് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നൊരു ഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത്. എല്ലാവരുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ. എന്താണ് ലിനി? ഞാൻ എന്താ ലിനി അത്? കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് വരച്ചതാ. ഒരു മിനിറ്റ്. എന്താ ലിനി കാണിച്ചേ? റൈറ്റ് വേഴ്സസ് ഇതെങ്ങനെ വരച്ചു? ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് വരച്ചതാ. ഞാൻ ജസ്റ്റ് ഭാഗമായിട്ട് ചെയ്യാൻ പറ്റിയതാണോ? ഞാൻ ജസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയതാ. ഒന്ന് നേരെ വെച്ചടാ, നേരെ വെച്ച്. യെസ്, കണ്ടോ? ഇതാണ് നമ്മുടെ രണ്ട് ബ്രെയിൻസ്. വെരി ഗുഡ് എന്ന് വെച്ചാൽ വെരി ഗുഡ് ഒന്നും പറയാനില്ല കേട്ടോ. ലെഫ്റ്റ് ബ്രെയിൻ വേഴ്സസ് റൈറ്റ് ബ്രെയിൻ. അപ്പൊ നോക്കൂ, ലെഫ്റ്റ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്താ? ലോജിക്കൽ, അനലറ്റിക്കൽ, ലീനിയർ, വെർബൽ, ആക്ച്വൽ ആൻഡ് സീക്വൻഷ്യൽ. പിന്നെ റൈറ്റ് ബ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രിയേറ്റീവ്, ഇൻറ്റ്യൂട്ടീവ്, ആർട്ടിസ്റ്റിക്, നോൺ വെർബൽ, ഇമോഷണൽ, ഇമാജിനേറ്റീവ്. ഇതൊക്കെയാണ് എന്ത് പെർഫോം ചെയ്യുന്നത്? റൈറ്റ് ബ്രെയിൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. അതൊന്ന് ക്ലാസ്സിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കണേ. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദമാകും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നല്ല കാര്യം കേട്ടോ. എന്ത് തോന്നി എന്ത് ചെയ്യാനായിട്ട്? എന്താണ് അങ്ങനെ തോന്നിയത്? അല്ല, നമുക്ക് മറന്നു പോവാണ്ടിരിക്കാൻ പെട്ടെന്ന് ഞാൻ അപ്പൊ അതൊരു ഇതാക്കി എഴുതി വരച്ചതാ. നല്ല കാര്യം, നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതിനുള്ളതൊക്കെ ചെയ്തോളൂ. അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവരെ ചെയ്യാം. അപ്പൊ നിങ്ങളൊന്ന് പറയൂ, ഇപ്പൊ ലിനിക്ക് ഏത് തരം ബ്രെയിൻ ആണുള്ളത്? റൈറ്റ് ബ്രെയിൻ ആണ്. കാരണം ക്രിയേറ്റീവ് തിങ്കർ ആണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു ലിനി. താങ്ക് യു. അങ്ങനെ ഐഡിയാസ് എന്തെങ്കിലും പോന്നോട്ടെ, ഒരു പ്രശ്നമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ പ്രസന്റ് ഞാൻ അന്ന് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അതിനൊന്ന് എല്ലാ കൺട്രോളിനെ ഒന്ന് ബ്രീഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് ബ്രീഫ് എല്ലാ ട്രെൻഡിന്റെയും ബ്രീഫ് എഴുതി വെച്ചിട്ടുണ്ട്. ബ്രീഫ് എഴുതി വെച്ചു. ഓക്കെ, അത് ഇവർക്ക് ഇട്ട് കൊടുക്കണേ കൊടുത്തോളൂ. വാട്സപ്പിൽ അവർ പഠിക്കണേ പഠിച്ചോട്ടെ. Bilateral to unilateral എന്ന് എഴുതിയത് children use both sides of the body together first, then learn to use one side independently. യെസ്, വെരി ഗുഡ്. തന്നെയല്ല, ഇവിടെ കുറച്ച് നിങ്ങൾക്ക് ടെസ്റ്റ് കാണുമ്പോൾ തോന്നുന്നുണ്ടോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്? ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് മാം. അത് വായിച്ചിട്ട് നോക്കുമ്പോ എന്തൊക്കെയാന്ന് പിടികിട്ടാത്ത അവസ്ഥയായിട്ടുള്ളത്. മാക്സിമം മലയാളീകരിച്ച് എങ്ങനെയെങ്കിലും പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, നമുക്ക് പഠിപ്പിക്കുന്നവർക്ക് അറിയാം അത് ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് എക്സ്ട്രാ നോട്ടും കൂടി തന്നത് കേട്ടോ. എക്സ്ട്രാ രീതിയിൽ പറഞ്ഞു തന്നെ അതുകൊണ്ടാണ്. എക്സാമ്പിൾ ആയിട്ട് ക്ലാപ്പിംഗ് ബിഫോർ റൈറ്റിംഗ് വിത്ത് വൺ ഹാൻഡ്. യെസ് യെസ്, ഓക്കെ, വെരി ഗുഡ്. കുട്ടികളില്ലേ, അപ്പൊ അവർക്കൊക്കെ ടീച്ചർ ഒരു കാര്യം പറയട്ടെ. നമ്മള് പിന്നെ ട്രെൻഡ്സിന്റെ ചോദ്യങ്ങൾ വരുമ്പോ ഒന്നിലേക്ക് അതിന്റെ പേര് മാത്രമായിരിക്കും ചോദിക്കുക. എക്സ്പ്ലനേഷൻസ് ഒന്നും വരാറില്ല. ഏതൊക്കെ ട്രെൻഡ്സ് ഉണ്ടെന്നുള്ളതായിരിക്കും ചോദിക്കുക. ചിലപ്പോ എല്ലാ ട്രെൻഡും കൊടുത്തിട്ട് ഓൾ ഓഫ് ദ എബോവ് അങ്ങനെയുള്ള രീതിയിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. അതുകൊണ്ടാണ് അത് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഒക്കെ നോട്ട്സ് തരാത്തത് കേട്ടോ. സെഫാലൊക്കെ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മാത്രമാണ് അത് എക്സ്ട്രാ പറഞ്ഞു തന്നത്. ഓക്കെ, നിങ്ങളത് ഒരിക്കലും മറന്നു പോകാനുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞു തന്നത്. പറ ഉമൈറ. നമ്മളിപ്പോ ട്വിൻസ് കുട്ടികൾ ഉണ്ടായില്ല, അവർക്ക് രണ്ടുപേർക്കും ഒരേ ഇതാവോ? രണ്ടും രണ്ട് ബ്രെയിൻ ആയിരിക്കും. ചിലപ്പോ ഒരേപോലെ വരാം, ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ചിലവർക്ക് ഒരേ റൈറ്റ് ആയിട്ടുള്ള ബ്രെയിൻ യൂസ് ചെയ്യുന്നവരുണ്ടാവാം, ചിലപ്പോൾ ലെഫ്റ്റ് യൂസ് ചെയ്യുന്നവർ, ചിലപ്പോൾ രണ്ടുപേർക്കും ഒരേ ബ്രെയിൻ യൂസ് ചെയ്യുന്നത് രീതിയിലും ആയിരിക്കും കേട്ടോ. ട്വിൻസിനെ കുറിച്ചുള്ള ചെറിയൊരു അറിവാണ്. ട്വിൻസ് പല രീതിയില്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കണക്കത്തുള്ള ബ്രെയിനാണ്. കേട്ടില്ല, എന്താണ്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഞാൻ ട്വിൻസ് ആണ്, എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, ഒരേ കണക്കാണ്. ഞങ്ങൾക്ക് എക്സാമിന് സിമിലാരിറ്റി ഉണ്ട് അല്ലെ? പക്ഷെ നിങ്ങൾ തമ്മിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇല്ലേ? ഡിഫറൻസ് ഉണ്ട്, കാഴ്ചയിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. എല്ലാവരും നമ്മളെ യൂണിറ്റ് 10 ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കും. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ട്വിൻസിന് വ്യത്യാസങ്ങളുണ്ട് നന്നായിട്ട്.
ടിൻസ് എന്നല്ല, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, ആരും ഒരേപോലെയല്ല. കാഴ്ച ചിലപ്പോൾ ഒരേപോലെ തോന്നുമെങ്കിലും അവരിലൊക്കെ വ്യത്യസ്തതയുണ്ട്. ഓക്കെ, യെസ്. ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ട്, അല്ലെങ്കിൽ ആ ടീച്ചർ എടുക്കുന്നത് ക്ലിയർ അല്ല എന്നുള്ളതാണെങ്കിൽ നമ്മളോട് നേരിട്ട് തന്നെ പറയണം കേട്ടോ. ടീച്ചറെ അത് മനസ്സിലാവുന്നില്ല, ഒന്നുകൂടി പറയണം എന്നുള്ളത് നമ്മളോട് നേരിട്ട് പറയണം കേട്ടോ. ക്ലാസ്സിൽ കയറുമ്പോൾ പറയാം. അല്ലെങ്കിൽ അതേപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ഒക്കെ ഇടൂലേ, മോക്ക് ടെസ്റ്റ് ഇടുമ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ ചിലപ്പോൾ ഒരു ഓപ്ഷൻ ഒക്കെ അങ്ങ് മാറി കിടക്കുകയാണെങ്കിൽ ക്ലാസ് മുറിയിൽ ടീച്ചർ കയറുമ്പോൾ പറയാം കേട്ടോ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളായിട്ട് അറിഞ്ഞാൽ മതി. ഓക്കെ, ശരി. സൈൻ ഔട്ട് ഉണ്ടോ? ഞാൻ രണ്ടുപേരും പാട്ട് പാടാം. പഠിക്കൂ. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. മുഖമാമെൻ മനസ്സിൻ ഗാനമായി നീ ഉണർന്നു. മുഖമാമെൻ മനസ്സിൻ ഗാനമായി നീ ഉണർന്നു. ഹൃദയ മൃദുലതന്ത്രിയേന്തി ദേവാമൃതം. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതൻ നദര കാന്തിയോ. ഓമലേ പറയൂ നീ എന്നിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. താങ്ക് യു മിസ്. താങ്ക് യു. നന്നായിട്ടുണ്ട് കേട്ടോ മനജ. താങ്ക് യു. എല്ലാവരും പാടുവാനല്ലേ? ശരി, ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.